Hello dear code learners, welcome to my YouTube channel Code Learner. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർഫേസിന്റെ കൺസെപ്റ്റ് ആണ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർഫേസ്. അപ്പോൾ ആ ഇന്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർഫേസും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇന്റർഫേസും ക്ലാസും സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ, ഇന്റർഫേസ് യൂസ് ചെയ്ത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ നെസ്റ്റഡ് ക്ലാസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർഫേസിനെ നെസ്റ്റ് ചെയ്യാൻ പറ്റും, നെസ്റ്റഡ് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സാമ്പിൾ പ്രോഗ്രാംസും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So definition, an interface in Java is a blueprint of a class. അതായത് ഒരു ക്ലാസ് പോലെ തന്നെയാണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്ലാസ് എന്നുള്ള കീവേഡ്, നിങ്ങൾക്കറിയാം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്റർഫേസ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ക്ലാസ് പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ഇന്റർഫേസ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുക. ഇന്റർഫേസിനകത്തും ഇതുപോലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മെത്തേഡ്സും വേരിയബിൾസും ഒക്കെ ഇന്റർഫേസിനകത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് ഹാസ് എ സ്റ്റാറ്റിക്, കോൺസ്റ്റന്റ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഓൺലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഒരു ഇന്റർഫേസിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അത് നോർമലി സ്റ്റാറ്റിക് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കോൺസ്റ്റന്റ്സ് ആണ് നോർമലി ക്രിയേറ്റ് ചെയ്യാറ് ഒരു ഇന്റർഫേസിനകത്ത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ, ആ മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇന്റർഫേസിനകത്ത് കൊടുക്കില്ല. പകരം ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രം, ആ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ മാത്രം നിങ്ങൾ ആ ഒരു ഇന്റർഫേസിനകത്ത് ഡിക്ലെയർ ചെയ്യും. അതിന് ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ വരിക ഒരു ക്ലാസ്സിനകത്തായിരിക്കും. അതായത് ആ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസ്സിനകത്തായിരിക്കും ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ വരിക. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. So class describes the attributes and behavior of an object, whereas interface contains behaviors that a class implements. നമ്മളൊരു ക്ലാസിന്റെ കേസിൽ പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് എന്നുള്ള കീവേഡ്, ദെൻ ക്ലാസ് നെയിം, ദെൻ ആ ക്ലാസിന്റെ ഉള്ളിലാണ് നിങ്ങൾ നോർമലി ആ ക്ലാസ്സിനകത്ത് വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സും അതുപോലെ മെത്തേഡ് അല്ലെങ്കിൽ ബിഹേവിയർ ഒക്കെ നിങ്ങൾ സാധാരണ എഴുതാറ്. പക്ഷെ ഒരു ഇന്റർഫേസിന്റെ കേസിൽ നിങ്ങൾ ആ ഒരു ഇന്റർഫേസിന്റെ ഉള്ളിൽ നിങ്ങൾ കോൺസ്റ്റന്റ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും, ദെൻ മെത്തേഡ്സ് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ് മാത്രമേ എഴുതി വെക്കുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ ഒരു ക്ലാസ്സിനകത്തായിരിക്കും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ദ ഇന്റർഫേസ് ഇൻ ജാവ ഇസ് എ മെക്കാനിസം ടു അച്ചീവ് ഫുള്ളി അബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അബ്സ്ട്രാക്ഷന് ഫുള്ളി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർഫേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ജാവ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇന്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ജനറൽ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്സസ് സ്പെസിഫയർ ഏതാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യും. അതായത് ഡിഫോൾട്ട് ആണോ, പബ്ലിക് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, അത് ഏതാണെന്നുള്ളത് ആക്സസ് സ്പെസിഫയർ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ദെൻ ഇന്റർഫേസ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യും. ദെൻ ഇന്റർഫേസിന് ഒരു പേര് കൊടുക്കും. നിങ്ങൾ ക്ലാസ് എഴുതിയ പോലെ തന്നെ, ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആക്സസ് സ്പെസിഫയർ സ്പെസിഫൈ ചെയ്യും, ദെൻ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ ക്ലാസ്സിന് ഒരു പേര് കൊടുക്കും. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ മെത്തേഡ്സ് എഴുതും. അതായത് ഞാൻ പറഞ്ഞു മെത്തേഡ് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ എഴുതി വെക്കുള്ളൂ, ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ വേറെ ക്ലാസ്സിനുള്ളിലാണ് എഴുതുക. സോ മെത്തേഡ് എഴുതുകയാണെങ്കിൽ അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും അല്ലേ, ഇൻറ്റോ ഫ്ലോട്ടോ വോയിഡ് അങ്ങനെ എന്തെങ്കിലും റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യും. ദെൻ മെത്തേഡ് നെയിം, ദെൻ അതിന് എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്യും. ഇതേപോലെ മെത്തേഡ് 1, മെത്തേഡ് 2 എത്ര മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ എഴുതി വെക്കാം. ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷന് നിങ്ങൾ ഇന്റർഫേസിൽ എഴുതി വെക്കില്ല. ഇതുപോലെ തന്നെ വേരിയബിൾസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വാല്യൂസ്, കോൺസ്റ്റന്റ് വാല്യൂസ് നിങ്ങൾക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ്, ഇൻറ്റ്, ഫ്ലോട്ട് പോലുള്ള ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ സിൻടാക്സ്. അപ്പോൾ ഇവിടെ മെത്തേഡിന് അതിൻ്റെ ബോഡി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതില്ല. പക്ഷെ ഡീറ്റെയിൽഡ് ബോഡി എഴുതൽ നിങ്ങൾ വേറൊരു ക്ലാസ്സിനുള്ളിലാണ് ആ ഒരു മെത്തേഡിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ
എഴുതാറ്. അപ്പോൾ അവിടെ ഓരോ ലൈനും ഓരോ മെത്തേഡും സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്യണം. ആൻഡ് ദേ ആർ അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. So variables are implicitly final and static, meaning they cannot be changed by the implementing class. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫേസ് വേറൊരു ക്ലാസിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ എഴുതുക. അതായത് ഇന്റർഫേസിൻ്റെ ഉള്ളിൽ എഴുതുന്ന മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ വേറൊരു ക്ലാസിൻ്റെ ഉള്ളിലാണ് എഴുതുക. ഇതേപോലെ തന്നെ അതിനുള്ളിൽ എഴുതുന്ന വേരിയബിൾസ് നോർമലി ഫൈനലും സ്റ്റാറ്റിക്കും ആയിരിക്കും. അത് ഇംപ്ലിമെന്റിംഗ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഫൈനൽ ആൻഡ് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾ മെത്തേഡ്സ് ആൻഡ് വേരിയബിൾസ് ആർ ഇംപ്ലിസിറ്റ്ലി പബ്ലിക്. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം കോഡ് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. So after an interface has been defined, one or more classes can implement that interface. അപ്പോൾ നിങ്ങളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലാസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം, ഇതിന് ക്ലാസ് നെയിം കൊടുക്കണം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ദെൻ ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. സോ ക്ലാസ് നെയിം, ഇംപ്ലിമെന്റ്സ്, ഇന്റർഫേസ് നെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, ക്ലാസ് നെയിം, ദെൻ എക്സ്റ്റെൻസ്, ഒന്നിൽ കൂടുതൽ ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ജാവ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഇന്റർഫേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പോസിബിൾ ആണ്. So if a class implements more than one interface, the interfaces are separated with comma. ഇവിടെ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റർഫേസ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. When we implement an interface method, it must be declared as public. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കോൾ ബാക്ക് എന്നുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ഇന്റർഫേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. നിങ്ങളുടെ ആക്സസ് സ്പെസിഫയർ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് കാറ്റഗറിയിൽ പോയിക്കോളും. സോ ഇന്റർഫേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ഇന്റർഫേസിന് ഒരു പേര് കൊടുക്കുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ ഷോ എന്നുള്ളൊരു മെത്തേഡാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സാധാരണ നിങ്ങൾ ഒരു ക്ലാസ് എഴുതുകയാണെങ്കിൽ ഈ ഷോ എന്നുള്ള മെത്തേഡ് ചെയ്തിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ദെൻ ആ ഷോ എന്നുള്ള മെത്തേഡ് എന്താ ചെയ്യുക എന്നുള്ളതിന് കോഡ് ഇവിടെ തന്നെ എഴുതും. പക്ഷെ ഇവിടെ ഈ ഷോ എന്നുള്ള മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷന് നിങ്ങൾ ഇന്റർഫേസിൽ എഴുതില്ല, പകരം അത് വേറൊരു ക്ലാസ്സിനുള്ളിലാണ് എഴുതുക. സോ ക്ലാസ് സാമ്പിൾ ഇംപ്ലിമെന്റ്സ് കോൾ ബാക്ക്. അപ്പൊ ഇവിടെ ഈ ഒരു ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ക്ലാസ് സാമ്പിൾ. ഇവിടെ ക്ലാസിന്റെ പേര് സാമ്പിൾ എന്നാണ്. ഇംപ്ലിമെന്റ്സ്, വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദ കോൾ ബാക്ക് ഇന്റർഫേസ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഒരു മെത്തേഡ് ജസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെത്തേഡാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇംപ്ലിമെന്റ്സ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ പബ്ലിക് വോയിഡ് ഷോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ പബ്ലിക് വോയിഡ് ഷോ ഓഫ് ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ആർഗ്യുമെന്റ് ആണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. സോ ആ ഒരു ആർഗ്യുമെന്റ് ഇവിടെ റിസീവ് ചെയ്യാം. ദെൻ ഇനി മെയിൻ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാം. So here callback is an interface. The class sample implements that interface. So sample class should define the method show. So ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഇനി ഇന്റർഫേസും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ, അതായത് ഇൻഹെറിറ്റൻസ്. ഇത് സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ഇന്റർഫേസിന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനെ ഒരു ക്ലാസ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. സോ എ ക്ലാസ് ക്യാൻ ഇംപ്ലിമെന്റ് ആൻ ഇന്റർഫേസ്. ഇനി ഒരു ഇന്റർഫേസിൽ നിന്ന് വേറൊരു ഇന്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതും ഒരു ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണല്ലോ, സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഒരു ഇന്റർഫേസിൽ നിന്ന് വേറൊരു ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്റർഫേസ് എ എക്സ്റ്റെൻസ് ഇന്റർഫേസ് ബി അല്ല, ഇന്റർഫേസ് എ എക്സ്റ്റെൻസ് ബി. അതായത് ബി എന്നുള്ളൊരു ഇന്റർഫേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഇഫ് എ ക്ലാസ് ഇംപ്ലിമെന്റ്സ് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഓർ ആൻ ഇന്റർഫേസ് എക്സ്റ്റെൻഡ്സ് മൾട്ടിപ്പിൾ ഇന്റർഫേസസ്, ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജാവയില് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫേസ് യൂസ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ഇന്റർഫേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റർഫേസ് എ, ഇന്റർഫേസ് ബി. അപ്പോൾ ഈ രണ്ട് ഇന്റർഫേസസും ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലേ, അതായത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ് ഫോം ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, ഒരു ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഇന്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇന്റർഫേസ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദീസ് ടു ഇന്റർഫേസസ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, ആ ഇന്റർഫേസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ക്ലാസ് ഇൻ സെവറൽ വേസ്. വി കനോട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ആൻ ഇന്റർഫേസ്. നിങ്ങളുടെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫേസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്റർഫേസിന്റെ. പക്ഷേ ക്ലാസ് ആണെങ്കിൽ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ ഇന്റർഫേസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇന്റർഫേസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി കൺസ്ട്രക്ടേഴ്സ്. ഒബ്വിയസ്ലി നിങ്ങൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് എന്താണ്, കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. All of the methods in an interface are abstract. അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ ഇന്റർഫേസിൽ കൊടുക്കില്ല, പകരം നിങ്ങൾ ക്ലാസ്സിനുള്ളിലാണ് കൊടുക്കുക. An interface is not extended by a class, it is implemented by a class. അതായത് ഒരു ഇന്റർഫേസ് ഈസ് നോട്ട് എക്സ്റ്റെൻഡഡ് ബൈ എ ക്ലാസ്. അതായത് ഫോർ എക്സാമ്പിൾ ക്ലാസ് എ എക്സ്റ്റെൻഡ്സ് ഒരു ഇന്റർഫേസ് നെയിം കൊടുക്കാൻ പറ്റില്ല, പകരം ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ എ ക്ലാസ്. അതായത് ക്ലാസ് എ ഇംപ്ലിമെന്റ്സ് ഒരു ഇന്റർഫേസിന്റെ പേര്, അങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എ ക്ലാസ് ക്യാൻ എക്സ്റ്റെൻഡ് ഓൺലി ഫ്രം വൺ ക്ലാസ് ബട്ട് ഇംപ്ലിമെന്റ്സ് മെനി ഇന്റർഫേസസ്. അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ പ്രോപ്പർട്ടി. ഒന്നിൽ കൂടുതൽ ഇന്റർഫേസ് ഉണ്ട്, ആ ഒന്നിൽ കൂടുതൽ ഇന്റർഫേസുകളെ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. An interface can extend another interface or multiple interfaces. നമ്മൾ തൊട്ട് മുമ്പത്തെ ഡയഗ്രത്തിനകത്ത് കണ്ടു, ഒന്നിൽ കൂടുതൽ ഇന്റർഫേസിന് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, വേറൊരു ഇന്റർഫേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിനി ഇന്റർഫേസ് കൺസെപ്റ്റിന്റെ ചെറിയൊരു സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ എങ്ങനെ ഇന്റർഫേസ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യും. ആ രണ്ട് ഇന്റർഫേസ് ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ ഇന്റർഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇന്റർഫേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഇന്റർഫേസ്, ദെൻ ഇന്റർഫേസിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമ്മളിവിടെ തൽക്കാലം പ്രിന്റബിൾ എന്ന പേരുള്ള ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. പ്രിന്റബിൾ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യണം അല്ലേ. സോ വോയിഡ് ഒരു പ്രിന്റ് എന്നുള്ള ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഈ പ്രിന്റ് എന്നുള്ളത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ല, ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം പ്രിന്റ് എന്ന് കൊടുത്തേന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ ക്ലാസ്സിനകത്താണ് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇതൊരു ഫുള്ളി അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത് പറയാൻ കാരണം. നിങ്ങൾക്കറിയാം അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡാണ് നിങ്ങൾ നോർമലി എഴുതാറ്. അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ വേറെ, അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിനകത്തായിരിക്കും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. ആ ഇന്റർഫേസിന് നമുക്ക് തൽക്കാലം ഷോവബിൾ എന്ന പേര് കൊടുക്കാം. ഷോവബിൾ. അതിനുള്ളിൽ നമുക്ക് ഷോ എന്നുള്ളൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഇന്റർഫേസ് ആണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യാം. ക്ലാസ്സിന്റെ പേര് തൽക്കാലം നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് കൊടുക്കാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റർഫേസ് എന്ന് കൊടുക്കാം. മൾട്ടിപ്പിൾ ഇന്റർഫേസ്. ഓക്കെ. വിച്ച് ഇംപ്ലിമെന്റ്സ് ഏതൊക്കെയാണ്, ഒന്ന് പ്രിന്റബിൾ ഇന്റർഫേസിന് ഇംപ്ലിമെന്റ് ചെയ്യണം, കോമ, പിന്നെ ഷോവബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ ഇന്റർഫേസ് ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനുള്ളിൽ എന്ത് വേണം, ഈ രണ്ട് മെത്തേഡ്സ് അതായത് പ്രിന്റും ഷോയും അതിന് ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷന് ഈ ക്ലാസിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. സോ ആ മെത്തേഡ് എന്തായിരിക്കണം, പബ്ലിക് ആയിട്ടാണ് എഴുതേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ പബ്ലിക് വോയിഡ് പ്രിന്റ് ഓഫ് ആ മെത്തേഡ് എന്താണ് ചെയ്യുക എന്നുള്ളത് ഇതിനുള്ളിൽ നമ്മൾ എഴുതണം. ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ. തൽക്കാലം നമുക്കൊരു ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം കൊടുക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഓഫ് ഒരു ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാം. ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഷോ എന്നുള്ള മെത്തേഡും എന്ത് വേണം, ഇംപ്ലിമെന്റ് ചെയ്യണം. സോ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം.
തൽക്കാലം അതൊരു വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം, വെൽക്കം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഫങ്ഷൻ എഴുതണം അല്ലേ. സോ പബ്ലിക് സ്റ്റാറ്റിക് void main string args കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. ഇതിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുക, ദെൻ ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ രണ്ട് മെത്തേഡ്സിനെ കോൾ ചെയ്യാം. സോ obj ഡോട്ട് പ്രിൻ്റ് ഓഫ്, അതേപോലെ തന്നെ obj ഡോട്ട് ഷോ ഓഫ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? obj ഡോട്ട് പ്രിൻ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇൻവോക്ക് ആവുക. സോ ഇറ്റ് വിൽ പ്രിൻ്റ് ഹലോ. obj ഡോട്ട് ഷോ എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. സോ ഇറ്റ് വിൽ പ്രിൻ്റ് വെൽക്കം. സോ ഔട്ട്പുട്ട് വിൽ ബി ഹലോ വെൽക്കം. ഇനി നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത്, കാരണം മെയിൻ മെത്തേഡ് എഴുതിയിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിനകത്താണ്. പ്രോഗ്രാം സേവ് ചെയ്തു. ഇതൊന്ന് റൺ ചെയ്യാൻ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം, cmd എടുക്കാം, അവിടെ ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യാം. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്തിട്ടുള്ളത് തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ മൾട്ടിപ്പിൾ ഇൻ്റർഫേസ് ഡോട്ട് ജാവ. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് അത് സേവ് ആയിട്ടുള്ളത്. ഇനി ഇത് റൺ ചെയ്യാൻ ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യുക, ദെൻ javac മൾട്ടിപ്പിൾ ഇൻ്റർഫേസ് ഡോട്ട് ജാവ. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്, ഇതിനകത്ത് എററൊന്നുമില്ല. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ മൾട്ടിപ്പിൾ ഇൻ്റർഫേസ്. സോ ദ ഔട്ട്പുട്ട് ഈസ് ഹലോ വെൽക്കം. അപ്പോൾ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് മെത്തേഡാണ് ഇൻവോക്ക് ചെയ്തത്. അപ്പോൾ ഈ മെത്തേഡ് എവിടെയാണ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇൻ്റർഫേസിനകത്താണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ഇൻ്റർഫേസ് ഒരു ക്ലാസ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ സ്ലൈഡിലോട്ട് തന്നെ വരാം. Then accessing implementations through interface references. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർഫേസ് നെയിം, നിങ്ങളൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻ്റർഫേസിൻ്റെ പേര് ഇൻ്റർഫേസ് നെയിം എന്നാണെന്ന് കരുതുക. ദാറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു നിങ്ങൾക്കൊരു ക്ലാസിൻ്റെ, അതായത് ആ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇവിടെ നമുക്ക് കോൾ ബാക്ക് എന്നുള്ളൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതിനകത്ത് ഷോ എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ ജസ്റ്റ് അബ്സ്ട്രാക്ട് മെത്തേഡ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യാം? നിങ്ങളൊരു ക്ലാസ്സിനുള്ളിലാണ് ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ എഴുതുക. സോ ക്ലാസ് സാമ്പിൾ ഇംപ്ലിമെൻറ്റ്സ് കോൾ ബാക്ക്, അതായത് ഈ ഒരു ഇൻ്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷന് ഈ ഒരു ഇൻ്റർഫേസ് ഈ ക്ലാസ്സിനുള്ളിൽ എഴുതണം. സോ പബ്ലിക് വോയിഡ് ഷോ ഓഫ് ഇൻറ്റ് പി, അതെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരു ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ മെയിൻ ക്ലാസ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റ്, ഇവിടെ നമ്മൾ ഈ ഒരു ഇന്റർഫേസിന്റെ ഒരു റെഫറൻസ് വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കോൾ ബാക്ക് സി, ഇവിടെ നിങ്ങൾക്ക് കോൾ ബാക്ക് സി ന്യൂ കോൾ ബാക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോൾ ബാക്ക് സി ഈക്വൽ ടു ന്യൂ സാമ്പിൾ ഓഫ്. അപ്പോൾ സാമ്പിൾ എന്നുള്ളത് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ക്ലാസ് ആണ്, ഈ ഒരു ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റിംഗ് ക്ലാസ് ആണ്. ഇതിന്റെ ഒബ്ജക്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഫറൻസ് വേരിയബിളിനകത്തോട്ട് കോപ്പി ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. Then we can call c.showOf42. So it will execute this method. So here c is an interface reference variable. It has only knowledge of the method declared by its interface declaration. അപ്പോൾ c എന്നുള്ള വേരിയബിളിന് ഈ ഒരു വേരിയബിളിന്റെ ഡിക്ലറേഷൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് c.show എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റിയത്. ഇനി പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്. പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ഇന്റർഫേസിനുള്ളിൽ ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ആ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണം. സപ്പോസ് നിങ്ങളൊരു ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ക്ലാസ് നെയിം ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് നെയിം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർഫേസ് നെയിമിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സിനെ നിങ്ങൾ ഈ ക്ലാസ്സിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ ഇൻ കേസ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇന്റർഫേസ് കോൾ ബാക്ക്, ഇതിനുള്ളിൽ ഷോ എന്നുള്ളൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കോൾ ബാക്കിന്റെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ഈ ഒരു കോൾ ബാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്ലാസ് ഇൻകംപ്ലീറ്റ്, ക്ലാസിന്റെ പേര് ഇൻകംപ്ലീറ്റ് എന്നാണ്.
ഇംപ്ലിമെന്റ്സ് കോൾ ബാക്ക്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡിനെ എന്തായാലും ഇതിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. പക്ഷെ നിങ്ങൾ ഈ ഒരു മെത്തേഡിന് ഈ ഒരു ക്ലാസ്സിനുള്ളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതാണ് ഇവിടെ ഇൻകംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിലുള്ള ഈ മെത്തേഡിനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ഈ ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. ഇനി നമ്മൾ നെസ്റ്റഡ് ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നെസ്റ്റഡ് ഇന്റർഫേസ് ഉണ്ട്. ഒരു ഇന്റർഫേസിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു ഇന്റർഫേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നെസ്റ്റഡ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. So an interface can be declared as a member of a class or another interface. Such an interface is called member interface or nested interface. Okay. So a nested interface can be declared as public, private or protected. The top level interface must either be declared as public or use default access level. അതായത് നിങ്ങൾ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റർഫേസ് എ ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ വീണ്ടും ഒരു ഇന്റർഫേസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർഫേസിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ടോപ്പ് ലെവൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എ എന്നുള്ള ഇന്റർഫേസ് എ ദാറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് ഐദർ പബ്ലിക് ഓർ ഡിഫോൾട്ട് ആക്സസ് ലെവൽ. ഇതാണൊരു സാമ്പിൾ കോഡ്. ഫോർ എക്സാമ്പിൾ ഇന്റർഫേസ് പ്രിന്റബിൾ. ഈ ഒരു ഇന്റർഫേസിന്റെ പേര് പ്രിന്റബിൾ എന്നാണ്. ഇതിനുള്ളിൽ നിങ്ങൾ മെസ്സേജ് പ്രിന്റബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഇന്റർഫേസിനും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എത്ര ഇന്റർഫേസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ നെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ പ്രിന്റബിൾ എന്നുള്ള ഈ ഒരു ഇന്റർഫേസിൽ പ്രിന്റ് എന്നുള്ള ഒരു മെത്തേഡിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെസ്സേജ് പ്രിന്റബിൾ എന്നുള്ള ഈ ഒരു ഇന്റർഫേസിനുള്ളിൽ MSG എന്നുള്ള ഒരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നിങ്ങൾ വേറൊരു ക്ലാസ് യൂസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. If you want to use a nested interface outside of its enclosing scope, the nested interface must be qualified by the name of the class or interface of which it is a member. നമ്മൾ നേരത്തെ നെസ്റ്റഡ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു നെസ്റ്റഡ് ഇന്റർഫേസ്, അതായത് എൻക്ലോസിങ് ഔട്ടർ ക്ലാസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഔട്ടർ ഇന്റർഫേസിനുള്ളിൽ നിങ്ങൾ വേറൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇന്റർഫേസിനെ ഇന്നർ നെസ്റ്റഡ് ഇന്റർഫേസിനെ വേറെ ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ഔട്ടർ ഇന്റർഫേസ് നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ദ ഫുള്ളി ക്വാളിഫൈഡ് നെയിം. അതായത് ഔട്ടർ നെയിം ഡോട്ട് ഇന്നർ ഇന്റർഫേസ് നെയിം അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ കോഡ് നോക്കാം. ഇവിടെ ക്ലാസ് എ ഉണ്ട്, പബ്ലിക് ഇന്റർഫേസ് നെസ്റ്റഡ് ഇന്റർഫേസ്. അതായത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ഇന്റർഫേസ് നെസ്റ്റഡ് IF എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. സോ എ ഡോട്ട് നെസ്റ്റഡ് IF എന്ന് പറയേണ്ടി വരും. അതായത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ നെസ്റ്റഡ് ഇന്റർഫേസ് അങ്ങനെ പറയേണ്ടി വരും. ഇനി ക്ലാസ് ബി ഇംപ്ലിമെന്റ്സ്. നമ്മൾ ഈ ഒരു ഇന്റർഫേസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഇന്റർഫേസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? എ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ഇന്റർഫേസ് ആണ് നെസ്റ്റഡ് ഇന്റർഫേസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ബി ഇംപ്ലിമെന്റ്സ് എ ഡോട്ട് നെസ്റ്റഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഇതൊരു ബൂളിയൻ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് വിൽ റിട്ടേൺ ഐദർ ഫാൾസ് ഓർ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്തത്. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു റെഫറൻസ് വേരിയബിൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. സോ ക്ലാസ് എന്റെ ഉള്ളിലെ നെസ്റ്റഡ് ഇന്റർഫേസ്, അതായത് ഈ ഒരു ഇന്റർഫേസിന്റെ റെഫറൻസ് വേരിയബിൾ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. NIF ഈക്വൽ ടു ന്യൂ ബി ഓഫ് ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ് ഇങ്ങോട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ യു ക്യാൻ കോൾ NIF ഡോട്ട് ദിസ് മെത്തേഡ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തൽക്കാലം ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.